പ്രിയമുള്ളവരെ, കർത്താവിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവസനത്തിൽ ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35, 36, 37 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ശിഷ്യന്മാരോടും കൂടെ നിന്ന പ്രിയപ്പെട്ട അവരോടൊക്കെ പറഞ്ഞതായ തിരുവചനത്തിൽ നിന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ചെറിയൊരു ചിന്തയാണ്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദ ഗുഡ് മാൻ ബ്രിങ്സ് ഔട്ട് ഓഫ് ഹിസ് ഗുഡ് ട്രഷർ വാട്ട് ഇസ് ഗുഡ്, ആൻഡ് ദ ഈവിൾ മാൻ ബ്രിങ്സ് ഔട്ട് ഓഫ് ഹിസ് ഈവിൾ ട്രഷർ വാട്ട് ഇസ് ഈവിൾ. But I tell you that every careless word that people speak, they shall give an accounting for it in the day of judgment. ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് പറയാനുണ്ടായ പശ്ചാത്തലം ഒരു ഭവനത്തിൻ്റെ പൈശാചിക മണ്ഡലങ്ങളുള്ള ബന്ധത്തിൽ അവിടെ ആ 25 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവനവരുടെ നിരൂപണം അറിഞ്ഞിട്ട് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിതറിച്ചുവെങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിതറിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിതറിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം അങ്ങനെ നിൽക്കും. ഞാൻ ബെയോൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഇങ്ങനെ പറഞ്ഞ് അടുത്ത 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സകല ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അപ്പോൾ ദൈവാത്മാവിന് നേരെയുള്ള ഒരു ദൂഷണവും ക്ഷമിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നു. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിനും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കുകയും നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതെന്നല്ലോ വായു സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ഏറ്റവും നല്ല ഒരു നിലമാണ്, നല്ലൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ രാജാവിന് വസിക്കാൻ വേണ്ടിയുള്ള ഒരു കൊട്ടാരമാണ് നമ്മുടെ ഹൃദയം. അതാണ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തിരുവചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് രാജകൊട്ടാരമാണ്. അത്രയ്ക്ക് അതിശയകരവും അത്ഭുതകരമായിട്ട് ദൈവം സൃഷ്ടിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും ദൈവരൂപത്തിലുള്ള മനുഷ്യരെ സഹായിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് സമാധാനം കൊടുക്കുവാനും അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാനൊക്കെയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവരൂപത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും ശപിക്കാൻ പാടില്ല. അത് ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ബന്ധുക്കോസുകാരനായിരിക്കാം, യാക്കോബക്കാരനായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, ദൈവരൂപത്തിൽ. മനുഷ്യരെല്ലാം ദൈവരൂപത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെയും നമ്മൾ പ്രാകുകയോ ശപിക്കുകയോ നിന്ന വാക്കുകൾ പറയുകയോ അവരെ പരിഹസിക്കുകയോ അവരെ നിന്ദിക്കുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരും കേൾക്കാതെ, അയൽപക്കക്കാർ കേൾക്കാതെ, നമ്മുടെ സ്വന്തക്കാർ കേൾക്കാതെ പറയുന്ന വാക്കുകൾ പോലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കും.
ഹല്ലേലൂയ. നമ്മുടെ ഈ മൊബൈൽ ഫോൺ എത്ര പവർഫുള്ളാണ്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സിസ്റ്റം, അതായത് മനുഷ്യരുടെ വാക്കുകൾ പിടിച്ചെടുക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വായ കൊണ്ട് ഒരു മനുഷ്യനെ ശപിക്കുവാനോ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ പാടില്ല. ഇൻ കേസ് നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ ശാപവാക്കുകളോ പരിഹാസവാക്കുകളോ നിന്ദിക്കുന്ന അനുഭവങ്ങളോ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. ആയതിനാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മയുടെ അനുഭവത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്ക് പറഞ്ഞ് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിസ്സാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിസ്സാര എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിനരകത്തിൽ വീഴുമെന്നാണ്. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിനരകത്തിൽ വീഴുമെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ഹൃദയം നല്ലത് മാത്രം സംഗ്രഹിക്കുക, ആവശ്യമില്ലാത്ത അഴുക്കായ കാര്യങ്ങളെല്ലാം പുറന്തള്ളുക. നമ്മളുടെ ഹൃദയം ഏറ്റവും മനോഹരമായി സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നിറഞ്ഞു കവിയട്ടെ. ദൈവത്തിൻ്റെ ശുഭവചനങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയട്ടെ. ദൈവത്തിൻ്റെ സന്തോഷ വർത്തമാനങ്ങൾ കൊണ്ട്, സമാധാന വർത്തമാനങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആയതിനാൽ 37-ാം വാക്യത്തിൽ നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. സദൃശ്യവാക്യം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം കൂടി ഞാൻ വായിക്കുന്നു. സദൃശ്യവാക്യം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 10-ാം അധ്യായം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷൻ്റെ വായോ അടുത്തിരിക്കുന്ന നാശം. പ്രൈസ് ലോർഡ്. അത് 11-ാം വാക്യത്തിൽ പറയുന്നത് നീതിമാൻ്റെ വായ ജീവൻ്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ചിലരുടെ വാ തുറന്നു കഴിഞ്ഞാൽ അടി കിട്ടും. എത്രയോ അടിപിടി കേസുകൾ, കത്തിക്കുത്ത് കേസുകൾ, കൊലപാതകങ്ങളെല്ലാം വാക്കിൽ പിടിച്ചാണ്. മദ്യപാനികൾ കൂടുതലും അടിയുണ്ടാകുന്നത് സുബോധം നഷ്ടപ്പെട്ടിട്ട് വാക്കിൽ പിടിച്ചാണ് അടിയുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചു പോകണം. നമ്മൾ തെരുവീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരാൾ ട്രാഫിക് വയലേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ കോപം കൊണ്ട് നമ്മൾ എത്രയോ പേരോട് അലർന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സാഹസത്തിൽ പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പിന്നെ അത് അപകടമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ചെയ്യാൻ പാടില്ല. നീതിമാൻ്റെ വായ് ജീവൻ്റെ ഉറവാകുന്നതാണ്. അപ്പോൾ അവൻ്റെ വാ തുറന്നാൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർത്തമാനമായിരിക്കണം, അനുഗ്രഹത്തിൻ്റെ വാക്കായിരിക്കണം. നിങ്ങളുടെ വാക്ക് അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം, നിൻ്റെ വാക്ക് അനേകർക്ക് ബലം കൊടുക്കുന്നതായിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് നമ്മളെ ശപിച്ചവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കാം, നമ്മളെ ഉപദ്രവിച്ചവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കാം, നമ്മളെ നിന്ദിച്ചവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കാം. റെഡിയാണോ? നിങ്ങളെ ഉപദ്രവിച്ചവരെയും നിങ്ങളെ നിന്ദിച്ചവരെയും നിങ്ങളെ പരിഹസിച്ചവരെയും നിങ്ങൾ കൊള്ളില്ല എന്ന് പറഞ്ഞവരെയും നിങ്ങളെ വീട്ടിൽ കയറ്റാത്തവരെയും എല്ലാം ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളെ നേറ്റെടുത്തായിട്ട്. ഹല്ലേലൂയ. ഏത് ശത്രുവിനെയും സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ഏത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഇഷ്ടം പ്രാർത്ഥിക്കാം. പിതാവേ, ക്ഷമിക്കാൻ കഴിയാത്ത സ്വഭാവങ്ങൾ ഇന്ന് പൂർണ്ണമായ വിടുതലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും അവരെ സമാധാനം പകർന്നു കൊടുക്കുവാനും തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും പരിശുദ്ധാത്മാവെ ഈ മക്കളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വായായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദം ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.